ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കാനിടയായ ഒരു ചരിത്ര സംഭവമാണല്ലോ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ പുതിയൊരു രാമക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും ഒക്കെ കഴിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവിടുന്ന് വരുന്ന വാർത്തകൾ വലിയ തോതിൽ BJPക്കും സംഘപരിവാറിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് വലിയ തോതിൽ പണവും ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. 200 കോടി മുതൽ 1400 കോടി വരെ കാണാതായി എന്നാണ് പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം UP പോലീസ് രൂപീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമജന്മഭൂമി ന്യാസിൻ്റെ ട്രസ്റ്റിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിലെ പ്രതിസ്ഥാനത്തുണ്ട്. എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? യഥാർത്ഥത്തിൽ അയോധ്യയിലുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ എനിക്ക് തോന്നുന്നത് BJPയെയും സംഘപരിവാരത്തെയും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കും. കാരണം ഇത് ഒരു അഴിമതിയുടെ പ്രശ്നം മാത്രമല്ല, അഴിമതി വളരെ ഗൗരവമായിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു ഇത് കേട്ടത് 5000 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളതാണ്. അത് കോൺഗ്രസ് AICC അധ്യക്ഷൻ തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കണക്കുകൾ എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് അയോധ്യയിൽ വന്ന കാണിക്കയായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളിൽ ഒരു വലിയ പങ്ക് അപ്രത്യക്ഷമായിട്ടുണ്ട്. ആ തുക യഥാർത്ഥത്തിൽ എണ്ണി തട്ടപ്പെടുത്താൻ സത്യത്തിൽ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ കൂടുതൽ വരും. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അവിടെയല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങൾ അത് തങ്ങളുടെ നിയന്ത്രണത്തിൽ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ നിയന്ത്രണത്തിൽ വന്നാൽ മാത്രമേ ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു നടന്ന കൂട്ടരാണ്. ക്ഷേത്രങ്ങൾ ഭക്തരുടെ നിയന്ത്രണത്തിൽ വരണം. ക്ഷേത്രത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റികൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ളത് പിരിച്ചുവിട്ടിട്ട് വിശ്വാസികൾക്ക് കൊടുക്കണം. എന്നാൽ ഒന്നാന്തരം വിശ്വാസികളാണ് ഈ അവിടെ അയോധ്യയിലെ ഈ ക്ഷേത്ര നിർമ്മാണത്തിനും ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നതിലൊക്കെ പങ്കുവഹിച്ചത്. അവരുടെ വിശ്വാസം അവിടെ പോയി. അപ്പോൾ വിശ്വാസവും മോഷണവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. അത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് വലിയ ഒരു തിരിച്ചടിയാവും. കേരളത്തിലെ 80കൾ മുതൽ അവർ സ്ഥിരമായിട്ട് ആ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കിയ കൂട്ടരാണ്. തിരുവിതാംകൂർ ദേവസ്വം, ശബരിമല, അതുപോലെ ഗുരുവായൂർ, എല്ലാ ക്ഷേത്രങ്ങളും 80കളിൽ ഈ കുമ്മനം രാജശേഖരനൊക്കെ സ്ഥിരമായിട്ട് ക്യാമ്പയിനായിരുന്നു. ക്ഷേത്രങ്ങളുടെ ഭരണം ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റിയിട്ട് വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന്. അപ്പോൾ ദേവസ്വം ബോർഡുകൾ ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള കൂട്ടരാണ്. ദേവസ്വം ബോർഡുകൾ ഭാഗത്ത് പിഴവുകൾ വന്നാൽ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ പലരും ജയിലിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ആ തരത്തിലുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിന് പകരം വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് RSSകാരുടെ നിയന്ത്രണത്തിലാക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടത്. ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ അവർ രൂപീകരിച്ച സംഘടനയുടെ നിയന്ത്രണത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അതെ, ഒരിടത്തും അവർ കണക്ക് പറയാറില്ല. ആരോടും കണക്ക് പറയാതിരിക്കുക. ഇതും അവർ കണക്ക് പറഞ്ഞിട്ടില്ല. കണക്കാരും ചോദിക്കുന്നവർ പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചത് എന്താണ്? ഈ സംഭവിച്ചത് കണക്കുകളൊന്നും ആരും ചോദിക്കുന്നു, കണക്കുകളുടെ കാര്യത്തിലൊന്നും ഒരു പ്രയോഗം ഉണ്ടായില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്ത് ഇത് 88 തുടങ്ങിയൊരു പരിപാടിയാണ്. 88 രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അയോധ്യയിലേക്കുള്ള യാത്ര നടത്തിയത് ഹിന്ദു സന്യാസിമാരായിരുന്നില്ല, BJPയുടെ നേതാവായിരുന്നു ലാൽകൃഷ്ണ അഡ്വാനിയാണ്. അതിനുവേണ്ടി ഒരുപാട് കലാപങ്ങൾ ഈ നാട്ടിലുണ്ടാക്കി. അന്ന് മുതൽ വൻതോതിൽ പണപ്പിരിവ് നടത്തുന്നുണ്ട്. അന്ന് മുതൽ പലതരത്തിലുള്ള പിരിവുകൾ നടത്തുന്നുണ്ട്. ശിലാന്യാസത്തിൻ്റെ പേരിൽ കണ്ടമാനം പണം സംഭരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് സംഘടിപ്പിച്ചിട്ടുണ്ട്. കണക്കുണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് പുറത്തു ഏറ്റവും കൂടുതൽ പണം ഭരിച്ച സ്ഥലങ്ങളിൽ ഒന്ന് വിദേശമാണ്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വൈദേശികമായ ഏജന്റുമാർ. അവർ പിരിച്ച പണത്തിനൊന്നും ഒരു കണക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നിലയിൽ വൻതോതിൽ പണം പിരിച്ച് ഏതാണ്ട് ഒരു 35 വർഷത്തോളം പിരിച്ചൊരു പണത്. അതൊന്ന്. അപ്പോൾ അതുകൊണ്ട് ആ കണക്കുകൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ അവർ രാജ്യത്തോട് പറയാൻ ബാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് എങ്ങനെയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം നടത്തിയത്? ഇത് സുപ്രീം കോടതി ഒരു വിധിപ്രകാരം അവർ കിട്ടിയതാണ്.
യഥാർത്ഥത്തിൽ അതിൻ്റെ മോറൽ റൈറ്റ്സ് അവർക്ക് ഉണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. എന്തായാലും ശരി, അവർക്ക് കിട്ടിയ ഒരു കെട്ടിടം നിർമ്മാണം പണിയുന്നത്, കെട്ടിട നിർമ്മാണത്തിൻ്റെയും അതിൻ്റെ കാര്യങ്ങളുടെ ചുമതലക്കാരനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് ആളെ വെച്ചത്. കാരണം സുപ്രീം കോടതി അവരെ ഏൽപ്പിച്ചതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൽ പ്രൈം മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് നിർഭേന്ദ്ര മിശ്ര. ഈ ഗുജറാത്ത് കാഡറിലെ വലിയ സീനിയർ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചത്. അദ്ദേഹം പോലും പറയുന്നുണ്ട് ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഈ അവിടെ വരുന്ന ധനം അത് കൃത്യമായിട്ട് കണക്കിൽപ്പെടുത്തിയിട്ട് തിട്ടപ്പെടുത്തി വേണ്ട സ്ഥലത്ത് വെക്കുന്നതിൽ അത് പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്താണ്? ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വാർത്ത വെച്ചാൽ ഈ പണം എണ്ണുന്നത് മേശയിൽ വെച്ച് എണ്ണാൻ പാടില്ല, പായ വിരിച്ചിട്ടുണ്ടെന്നാണ്. പായ അന്ന് കിട്ടില്ലായിരുന്നു. ഈ ക്ഷേത്രം ഉണ്ടായ കാലത്തും അതിന് മുമ്പ് നാട്ടിൽ പായ ഉണ്ട്. പായ വിരിച്ചിട്ട് എല്ലാവരും കാണുന്ന രൂപത്തിൽ CCTV വെച്ച് എണ്ണം എന്നുള്ളത് പുതിയ സംഭവമല്ല. എല്ലാ സ്ഥലത്തും അത് പിന്നെ ആ ചട്ടങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇവർ എന്ത് ചെയ്തില്ല? CCTVകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. CCTV തിരിച്ചു വെച്ചു. CCTV ഒക്കെ കൃത്യമായിട്ട് തിരിച്ചു വെച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടും മേശൻ്റെ വലിപ്പിൽ വെച്ചിട്ടും ഒക്കെ എണ്ണി കുറേ എണ്ണം ഈശയിലാക്കി അത് പോയി. അപ്പം ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. കാരണം ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്നും വന്നിട്ടുള്ള ആളുകളാണ്. ഇന്ത്യയുടെ നാനാഭാഗത്തും ഒരു വലിയ പരിധിവരെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഞാൻ പോയിട്ടുള്ളത്. അവർ കൊടുത്ത പണത്തിന് കയ്യങ്ങൾ. ഇപ്പം ഞങ്ങളുടെ ഈ സിന്ധി കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ സത്യത്തിൽ അവർക്ക് ഭൂമിയില്ല. അവർ സിന്ധിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം അവർ അവിടെ കച്ചവടങ്ങൾ 200 കട്ടി സിൽവർ 200 സിൽവർ കട്ടികൾ, വെള്ളിക്കട്ടികൾ അവിടെ സമർപ്പിച്ചതിൻ്റെ പൊടി പോലും ബാക്കിയില്ല. അതെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവർ അസോസിയേഷൻ പറയുക ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തതാണ്, സാധനം എവിടെയും പോയിന്ന് അറിയില്ല. ഈ തരത്തിൽ നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ കൊടുത്തുള്ള അതിനെല്ലാം അപ്രത്യക്ഷമായി. അപ്പം അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കാര്യത്തിൽ ആൻസർ പറയാത്തത്? നരേന്ദ്രമോദി ആയിരുന്നല്ലോ ഇതിന്റെ ഉദ്ഘാടനത്തിന്, അതിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് അതിന്റെ യജമാന സ്ഥാനത്ത് ഇരുന്ന ആളല്ലേ. യജമാന സ്ഥാനത്ത് UP മുഖ്യമന്ത്രി അല്ല, പ്രധാനമന്ത്രിയായിരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ആൻസർ പറയണ്ടേ? പ്രധാനമന്ത്രി UP സർക്കാരാണ് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ, SIT വെച്ചിരിക്കുന്നത്. അന്വേഷണം എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. നടക്കുമായിരിക്കും, നടക്കില്ലായിരിക്കും. കാരണം UPയിൽ ഒരു ആഭ്യന്തര യുദ്ധവും നടക്കുന്നുണ്ട്. അതായത് യോഗി ആദിത്യനാഥ് അതിനെതിരായിട്ടൊരു കൂട്ടരുണ്ട്, അയാൾക്ക് അനുകൂലമായിട്ടുള്ള കൂട്ടരുണ്ട്. അതിൻ്റെ ഒരു സംഘർഷം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇനി അതൊരു പിന്നൊരു കുത്ത് വരണാച്ചിട്ടൊരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി ഈ കാര്യത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ നിശ്ചയിക്കുന്ന സമയത്ത്, അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ എല്ലാ ക്ലെയിമും നരേന്ദ്രമോദിയുടേതായിരുന്നു. നരേന്ദ്രമോദി മിണ്ടുന്നില്ലല്ലോ. നരേന്ദ്രമോദി എന്തുകൊണ്ട് ആൻസർ പറയുന്നില്ല? മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? കാരണം ഈ ക്ഷേത്രവും അതിൻ്റെ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടാണ് എല്ലായ്പ്പോഴും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ട്. മൂന്നാമത്തെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നത്, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താ? ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് വൻതോതിൽ സമ്പത്ത് വരുന്നുണ്ട്. ആ സമ്പത്ത് എങ്ങോട്ടാണ് പോണത്? ആ സമ്പത്തിൻ്റെ കൈകാര്യകർത്തൃത്വം എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ പോലും നമുക്ക് ശബരിമലയുള്ള ഒരു അമ്പലത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം എന്തോ ഭാഗ്യം കൊണ്ട് അതിൽ കുറേ വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷെ അത് കാലങ്ങളായി നടക്കുന്നൊരു സംഗതിയാണ്. അപ്പം ആ തരത്തിലുള്ള വലിയ സമ്പത്തിൻ്റെ കൊള്ള ഇന്ത്യയിൽ എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോയാൽ അവിടെ നടക്കുന്ന ഈ പണത്തിന്റെ കൈമാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. ഈ മധുരയിലെ കൃഷ്ണക്ഷേത്രത്തെ കുറിച്ച് എല്ലായിടത്തും. ഇപ്പം ഈയിടെ ഞങ്ങൾ പുരിയിൽ പോയിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പെർ ഹെഡ് നിങ്ങൾ ഒന്ന് ഈ ക്യൂ ഒഴിവാക്കിയിട്ട് കയറണമെങ്കിൽ 2500-3000 രൂപയാണ് കൈക്കൂലി വാങ്ങുന്നത്. പക്ഷെ ആ കൈക്കൂലി കൊടുത്താൽ നമുക്ക് വേഗം കഴിച്ചില്ല. പക്ഷെ ആ പൈസ ഞാൻ അവിടെ ഇപ്പോൾ ചില ആളുകൾ അവിടെ ഇതിൻ്റെ ആൾക്കാരെ കണ്ട് അയാൾ അരപ്പെട്ടെന്ന് പറയും, ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുകയാണ് ഈ പണം. അത്രയും പണമാണ് അയാൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോവുക. അപ്പോൾ ഈ തരത്തിൽ വളരെ പരസ്യമായിട്ട് യാതൊരു നാണവും ഇല്ലാണ്ട് ഇന്ത്യയുടെ എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിബേന്ദ്ര മിശ്ര പറഞ്ഞത് ഈ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു സംവിധാനം വേണം. അത് തിരുമല ദേവസ്ഥാനത്തിൻ്റെ സംവിധാനവുമായിട്ട് യോജിക്കുന്നത്. അതാണ് കുറച്ചുകൂടി ഒരു ഇഫക്റ്റീവ്. അല്ല, ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പണം വരുന്ന ആരാധനാലയങ്ങളിൽ അതാണ് ഈ തിരുപ്പതി ദേവസ്ഥാനം. അവിടെ വരുന്ന പണത്തിൻ്റെ കയ്യും കണ്ടു. പക്ഷെ അത് ഒരു പരിധി വരെ അത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സിസ്റ്റം കൊണ്ടുവരണം. ഇത് തിരുപ്പതി ദേവസ്ഥാനമൊക്കെ അതിനു മുമ്പുണ്ട്. ഈ അയോധ്യയിൽ അമ്പലം വരുന്നതിന് മുമ്പ് തന്നെ തിരുപ്പതി ദേവസ്ഥാനമുണ്ട്. ആ മോഡൽ ഇന്ത്യ ഗവൺമെന്റിന് അറിയായിരുന്നോ എന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് അത് വേണ്ട? തിരുപ്പതി മാതൃകയിലാക്കണം ശബരിമലയുടെ കാര്യത്തിൽ അവർ പറഞ്ഞിരുന്നത് പല അന്നേരക്ക് വന്നിരുന്നു. തിരുപ്പതി
ദേവസ്ഥാനത്തിൻ്റെ മാതൃകയിലാക്കണം. അതെ, ആ കുറെ കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജിങ് സിസ്റ്റം അവിടെയുണ്ട്. അവിടെ ഈ പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പോകണമെങ്കിൽ ക്യൂ ഉണ്ട്. അപ്പം ഇത് ഞാൻ പുരിയിൽ നിങ്ങൾ ഈ കാശ് കീശയിൽ തിരികും. ഇവിടെ അതല്ല, ഇവിടെ ഒരു കൃത്യമായിട്ടൊരു ഒരു ഒരു ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ക്യൂവിൽ പോവാം. പല അമ്പലങ്ങളിലും വെച്ചാൽ സ്പെഷ്യൽ ക്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യൂ ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള വിധാനമുണ്ട്. പക്ഷെ ആ പണം വേറെ തൻ്റെ കീശയിലേക്ക് തിരികെ കൊടുക്കുക ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് സിസ്റ്റം വേണമെന്ന് പറഞ്ഞു. സിസ്റ്റം ഉണ്ടാക്കുന്നതിന് ആരായിരുന്നു ഇവരെ? അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ കമ്മിറ്റികളിൽ ആരാ വന്നത്? ഇവിടെ ഇരിക്കുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയിലായാലും ട്രസ്റ്റ് ബോർഡിലായാലും ഒക്കെ വന്നിരിക്കുന്ന ആളുകൾ ആരാ? ഈ ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളൊന്നുമല്ല. ഇതൊക്കെ സംഘപരിവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. മാത്രമല്ല, അയോധ്യയുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അയോധ്യ ലോക്സഭാ സീറ്റിൽ BJP തോറ്റു. SP ഒരു ദളിത് സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ട് തോറ്റു? ജനങ്ങള് അവര് കാണിച്ചിരിക്കുന്ന അഭ്യാസങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പിന്നിൽ നടന്നിരുന്ന കള്ളത്തരം അതൊരു ടൂറിസ്റ്റ് വ്യവസായത്തിന്റെ ഭാഗമായി നടത്തിയാണ്. അതിന്റെ ഭാഗം വേറൊന്നും സംഭവിച്ചു. ഞാനത് കണ്ടത് പിന്നെ NDTV അതിലുണ്ടായിരുന്ന പ്രണോയ് റോയ്, അദ്ദേഹം ഡീകോഡർ എന്നിട്ട് പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റേത് അംബാനിക്കാരെ വാങ്ങിച്ചുകൊണ്ട് പോയ പിന്നെ അദ്ദേഹം ഡീകോഡർ എന്നിട്ട് അതിൽ ആ സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് UP-യിലേക്ക്, പ്രത്യേകിച്ച് ഈ അയോധ്യയിലേക്ക് അവർ പോയിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഈ പൂ വിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. അപ്പോൾ അവർ നേരത്തെ ആ അമ്പലത്തിലേക്ക്, അവിടെ ധാരാളം അമ്പലങ്ങളുണ്ട്, ആ അമ്പലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾ പൂവിൽ കൊട്ടവയിൽ വാങ്ങിയിട്ട് അമ്പലത്തിൽ കൊടുക്കും. ഇതായിരുന്നു ഒരു പരിപാടി. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ പുതിയ ക്ഷേത്രവും വലിയ കോംപ്ലക്സും ഒക്കെ വന്നപ്പോഴും സൂപ്പർ ഹൈവേ വന്നു. അപ്പോൾ ഇവർ ഇതിന് താഴെയായി പോയി. ഇത് ഈ എത്രയോ പൂ വിൽപ്പന മുഴുവൻ ആൾ ഹൈവേയിൽ പൂക്കാൻ കഴിയില്ലല്ലോ. അവർ വിറ്റോടുന്ന സ്ഥലത്തിന്റെ മുകളിൽ കൂടി ഇപ്പോൾ സാധനം കുതിച്ച് വാങ്ങി. അപ്പൊ അവർക്ക് സാധനം വാങ്ങാൻ ആരുമില്ല. അതോടുകൂടി അവരുടെ ജീവിതം കഷ്ടത്തിലായി. അപ്പം അയാൾ ആദ്യം അയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ഭാര്യ അയാളെടുത്ത് തടഞ്ഞു വെച്ചു, നിങ്ങളൊന്നും പറയണ്ട, കുറച്ച് ഞാൻ സ്ത്രീ അതിനേക്കാൾ ശക്തിയിൽ പറയാൻ തുടങ്ങി. എന്താ ജീവിക്കാനുള്ള ഒരു വഴിയാണ് തകർച്ച വെച്ചാൽ എത്രയോ തലമുറകളായി ആ പ്രദേശത്ത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയും ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ജോലികളിലും പിന്നെ വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളുകളെ മുഴുവൻ തകർത്തുകൊണ്ട് ഈ സൂപ്പർ ഹൈവേ കൾച്ചർ കൊണ്ടുവന്നത് ഇവരാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ എതിർത്തു. അപ്പം അതേമാതിരിയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒരു വലിയ ടൂറിസ്റ്റ് ബിസിനസ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തപ്പോഴും സാധാരണ ജനങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും ഇല്ലാണ്ട്. പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാർ കൊടുത്തിരിക്കുന്ന പണമാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. അതുമാത്രമല്ല, അവരവിടെ വലിയ തോതിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വാങ്ങിയിട്ടുണ്ട്, ഭൂമി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അത് ഭൂമി വാങ്ങൽ ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ്. മധ്യപ്രദേശിൽ കണ്ടല്ലോ, മധ്യപ്രദേശിൽ വികസിപ്പിക്കാൻ പോകുന്ന സ്ഥലം എവിടെയാന്ന് കണ്ടെത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടുകാരും ഭാര്യ അളിയനും എല്ലാം ചേർന്ന് 150-200 ഏക്കർ അവിടെ മേടിച്ചു. അതിനുശേഷം അവിടെ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു, വില കുതിച്ചു ഉയർന്നു. ഇപ്പൊ ആരോപണം വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളും തന്നെയാണ് പണി ഒപ്പിച്ചിരിക്കുന്നത്. അയോധ്യയിലെ ആക്ഷേപം നേരത്തെ വന്നതാണ്. കാരണം വലിയ സിനിമാ നടന്മാർ, വലിയ വ്യവസായികളൊക്കെ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അയോധ്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മീയമോ ഒന്നും ആയിരുന്നില്ല. മതവുമായിട്ടോ വിശ്വാസവുമായിട്ടോ ശ്രീരാമ വിശ്വാസവുമായിട്ടോ ഒന്നും അതിനൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. നല്ല ഒന്നാന്തരം ഒരു ടൂറിസ്റ്റ് പരിപാടി, ഒരു റിയൽ എസ്റ്റേറ്റ് പരിപാടി BJP-യുടെ തലപ്പത്തുള്ള ബുദ്ധി കേന്ദ്രങ്ങളിൽ അവർ ആലോചിച്ചുണ്ടാക്കി. അതിന് LK അഡ്വാനിയെ മുമ്പിൽ വെച്ച് അവർ പരിപാടി നടത്തി. അതിനകത്ത് അവർ വമ്പിച്ച വിജയം നേടി. സുപ്രീം കോടതി ഉൾപ്പെടെ അവരുടെ കൂടെ ഒന്നും സുപ്രീം കോടതിക്ക് നിവൃത്തിയൊന്നുമില്ല. സുപ്രീം കോടതിയെ ഇന്ത്യയിലെ എല്ലാ കോടതികളിലും ഇപ്പോൾ ഇതാണ് കഥ. ഭരിക്കുന്ന ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കലാണ് കോടതിയുടെ. പക്ഷേ ഇതിനകത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇപ്പോൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം, സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി വന്ന് ഞാൻ വല്ല ആവശ്യമുള്ളൂ, മുഹമ്മദ് ഗസ്നിക്ക് അവിടെ ഇരുന്നാൽ മതി. ഇവിടെ നമ്മളിത് ചെയ്യും. ഇത് ചെയ്യാൻ ഇതിനേക്കാൾ എഫക്റ്റീവായിട്ട് സോമനാഥ ക്ഷേത്രം 300 കൊല്ലം കുറച്ച് പൈസ ആൾ കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കൺമുമ്പിൽ വെച്ച് വെട്ടിയെടുത്ത പണം സോമനാഥ് പോയതിൻ്റെ 1000കണക്കിന് ഇരട്ടി എന്നാണ് സത്യാവസ്ഥ. കിട്ടിയ കാശ് മുഹമ്മദ് ഗസ്നിയെ കുറിച്ച് പറയാൻ പറ്റില്ല. ഗസ്നിയെ കുറിച്ച് പറയാൻ വേറെ ആളുകളുടെ ഫോട്ടോ വരിക. മുഹമ്മദ് ഗസ്നി എന്ന് പറയുമ്പോൾ യോഗി ആദിത്യനാഥിന്റെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒക്കെ പടം ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അമ്പലക്കൊള്ളക്കാരായി ആര് എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറയുന്ന ഈ രാജ്യം ഭരിക്കുന്ന UP ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ആളുകളാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ അവർ സഹായിക്കുന്നതാണ് എൻ്റെ പ്രത്യേകത. മാത്രമല്ല, ഇതിപ്പം കാശി അല്ലെങ്കിൽ മധുര തുടങ്ങിയുള്ള പല പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഇനി ഇതിന്റെ വിശദാംശങ്ങൾ ഇത്തരം അല്ല, അവർ ബാക്കിയുള്ള ഞങ്ങൾ ഇത്ര ഒരു അമ്പലം കഴിഞ്ഞ് ബാക്കിയുള്ള അമ്പലം പിടിക്കുന്നു. ഈ അവിടെ പിടിക്കാൻ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, അല്ലെ ഇവിടെ ഇത് തന്നെയാണ് പരിപാടി, കാശി ചെന്നാൽ അവിടെ, മധുരയിൽ ചെന്നാൽ ഇവിടെ, എന്താണ് നിങ്ങളുടെ പരിപാടി, ഭൂമി കച്ചവടമാണോ എന്ന് ആളുകൾ ചോദിക്കുന്ന അവസ്ഥയൊക്കെ ഇവർ
എത്തിച്ചു കഴിഞ്ഞു. രാമന്റെ പേര് കൊള്ള ചെയ്യുന്ന ആൾക്ക് കാശി വിശ്വനാഥന്റെ പേര് കൊള്ള ചെയ്യാൻ മടി ഉണ്ടാവില്ല, ശ്രീകൃഷ്ണന്റെ പേര് കൊള്ള ചെയ്യാൻ മടി ഉണ്ടാവില്ല. ആരുടെ പേരിലും കൊള്ള നടത്തുന്നുള്ളതാണ് ഇതിന്റെ ഒരു മെസ്സേജ്. ആ നിലയ്ക്ക് നോക്കിയാൽ സത്യത്തില് ധാർമ്മികമായിട്ട് BJP RSS യഥാർത്ഥത്തിൽ അതിനകത്ത് കുറെ വിശ്വാസികളായ ആളുകളുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ്, ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഹിന്ദു ജാഗ്രൻ എന്നൊക്കെ പറയുന്ന സംഗതി അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ. അതിന് ആ തരത്തിലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ തങ്ങളെ എങ്ങനെയാണ് ഈ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത് എന്ന് അവരെ ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അയോധ്യക്ക് അങ്ങനെയും കൂടി ഒരു ചരിത്രം വരികയാണ്, പുതിയൊരു ചരിത്രം കൂടി വരിക. അതെ, ഇന്ത്യയിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടൽ എളുപ്പമല്ല. ഒരു രാജ്യത്തെ ജനങ്ങളുടെ മുഴുവനും ഒരാളെ വിഡ്ഢിയാക്കാം, എല്ലാവരെയും കുറേ സമയം വിഡ്ഢിയാക്കാം, പക്ഷെ എല്ലാവരെയും എല്ലാ കാലത്തും വിഡ്ഢിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അയോധ്യയിലെ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് അയോധ്യയിൽ മാത്രം നിൽക്കണമെന്നില്ല, കാരണം കേരളത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ ക്യാമ്പയിൻ നടത്തുന്ന BJPക്കെതിരെ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് വരുന്നവരാണ്. അതെ, ആളുകൾ ആ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾ എന്താ ചെയ്യുക, എന്ത് മറുപടിയാണ് പറയുക? ആ മറുപടി പറയാനുള്ള ശേഷിയോ അർഹതയോ ഇന്ന് BJPക്കോ സംഘപരിവാരത്തിനോ RSSനോ ഇല്ല. അതാണ് സത്യം.